ഇത് ഹോണർ മാജിക് 7 Pro ഹോണറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ കോൾകോം സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഉൾപ്പെടുന്ന സ്മാർട്ട് ഫോണാണ്. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് പ്രീ ഓർഡർ പീരീഡ് ആണ്. ജനുവരി 15 മുതൽ 22 വരെയാണ് പ്രീ ഓർഡർ ടൈം. ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നവർക്ക് ഏകദേശം 10-30,000 രൂപ വില വരുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു പ്രൊഡക്ട്സ് എന്നുള്ളതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പറയുന്ന സമയത്ത് പറയുന്നതായിരിക്കും. ഒരാഴ്ചയോളമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാകുക. പരമാവധി കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോണിനെ ഈ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. സോ വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ സ്മാർട്ട് ഫോണിൻ്റെ കളറിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു കേസ് ലഭിക്കുന്നുണ്ട്. 100 വാട്ടിൻ്റെ സൂപ്പർ ചാർജ് അഡാപ്റ്ററാണ് വരുന്നത്. പിന്നീട് ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിളും. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ബ്രീസ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. ഇത് കൂടാതെ ലൂണാർ ഷെയ്ഡ് ഗ്രേയും ബ്ലാക്കും. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രോസ്റ്റഡ് ഗ്ലാസ് മെറ്റീരിയലാണ്. മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്മഡ്ജസും കാര്യങ്ങളും നമുക്ക് വലിയ രീതിയിൽ കാണാൻ പറ്റില്ല. ബോഡി ഫ്രെയിം വരുന്നത് അലൂമിനിയം ആണെങ്കിലും ആ ഒരു ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് സ്മഡ്ജസും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കിൾ ഡിസൈൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു 4 സൈഡിലായിട്ട് ഒരു കട്ടിംഗ് എഡ്ജ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് തന്നെ ഒരു സ്റ്റൈലിഷ് ക്യാമറ ഡിസൈൻ എന്നുള്ള രീതിയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഒരു കർവ് നമുക്ക് ഈ ഒരു ബാക്ക് പാനലിൽ കാണാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 8.8 mm ആണ് ബോഡി തിക്നെസ് വരുന്നത്. 223 ഗ്രാം ആണ് വെയിറ്റ് വരുന്നത്. ഒരു ഇത്തിരി വെയിറ്റുള്ള സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും വരുന്നത്. മുകൾ വശത്തായിട്ട് IR ബ്ലാസ്റ്റ്, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, സെക്കൻഡറി സ്പീക്കർ ഗില്ല്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ വരുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ ഇല്ല. നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗില്ല്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഒരു ഡിസൈനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ IP68 ആൻഡ് IP69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കമ്പനി പറയുന്നത് ഐ കംഫർട്ട് ഡിസ്പ്ലേ എന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം 4320 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലിക്കറിങ് വളരെ കുറവായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ. മാത്രമല്ല ആ ഒരു ഐ കംഫർട്ട് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ താരതമ്യേന ബ്ലൂ ലൈറ്റും കുറവായതുകൊണ്ട് തന്നെ നൈറ്റിലൊക്കെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് വലിയ രീതിയിലുള്ള സ്ട്രെയിനോ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല. എനിവേ 6.8 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. LTPO ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ 1 ഹെർട്സ് മുതൽ 120 ഹെർട്സ് എന്നുള്ള രീതിയിൽ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് മാത്രമാണ് ഇതിൽ റിഫ്രഷ് റേറ്റ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ താരതമ്യേന ബാറ്ററി ലൈഫ് ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ ബാറ്ററി കൺസംപ്ഷൻ കുറവെന്നുള്ള രീതിയിൽ തന്നെ പറയാൻ സാധിക്കും. എനിവേ കർവ്ഡ് ഡിസ്പ്ലേ എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. വളരെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള, അതായത് ഒരു 2.5D എന്നുള്ള രീതിയിൽ മാത്രമുള്ള ഒരു കർവ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബസിൽസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ വ്യൂ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. 453 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ എന്ന് പറയാൻ സാധിക്കും. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. ഡോൾബി വിഷൻ ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 1600 നിറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ മാക്സിമം വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ യാതൊരു ഇഷ്യൂസ് ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5000 നിറ്റ്സ് ആണ് ഇതിൻ്റെ HDR പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാനോ ക്രിസ്റ്റൽ ഷീൽഡ് എന്ന് പറയുന്ന ആ ഒരു പ്രൊട്ടക്ഷനാണ് ഈ ഒരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ ഈവൻ നമ്മൾ ഇതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള, കളർഫുൾ ആയിട്ടുള്ള, സൂപ്പർബ് ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ദ ബെസ്റ്റ് ആൻഡ് ബീസ്റ്റ് പ്രോസസർ ആയിട്ടുള്ള കോൾകോം സ്നാപ്ഡ്രാഗൺ 888 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 3 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 4.32 GHz ആണ്. ക്ലോക്ക് സ്പീഡ് Adreno 830 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU പെർഫോമൻസ് സൈഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ദ ബീസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ സാധിക്കും. പറയത്തക്ക രീതിയിലുള്ള ഒരു ഇഷ്യൂസും ഇല്ല. ദ സൂപ്പർ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വലിയ അതിശയോക്തിയോ കാര്യങ്ങളൊന്നുമില്ല. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സൂപ്പർ ടോപ്പ് നോച്ച് ലെവൽ പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ 2 മെമ്മറി വേരിയൻസിലാണ് ഗ്ലോബലി ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 12 GB റാമിൽ 512 GB
16 GB റാമിൽ 1 TB എന്നുള്ള രീതിയിൽ. പക്ഷേ നിലവിൽ ഇപ്പോൾ ഖത്തറിൽ 12 GB റാമിൽ 512 GB മാത്രമാണ് അവൈലബിൾ ആകുന്നത്. LPDDR5X റാം ടൈപ്പിൽ UFS ടയറോയിഡ് ടൈപ്പ് വരുന്നത് 4.0 ആണ്. എനിവേ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിലില്ല. അപ് ടു 12 GB വരെ റാം എക്സ്പാൻഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്, ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്, Wi-Fi 7 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് വരുന്നത്, IR ബ്ലാസ്റ്റർ സപ്പോർട്ടാണ്, NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. പെർഫോമൻസ് സൈഡ് പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നമ്മളിതിൽ അന്തുത്ത് സ്കോർ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് 27 lakh+ ആണ് ഇതിൽ സ്കോർ ലഭിച്ചിട്ടുള്ളത്. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സ്കോറിനെ പരിഗണിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരേ സമയം നമുക്കിതിൽ 2 നാനോ സിം കാർഡ് പ്ലസ് ഇ സിം കാർഡ് എന്നുള്ള രീതിയിൽ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഒരു സമയത്ത് നമുക്ക് 2 നെറ്റ്വർക്കാണ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് ഇ സിം കാർഡ് എന്നുള്ള രീതിയിൽ നമുക്കിതിൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ്രോയിഡ് 15 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. മാജിക് OS വരുന്നത് 9 ആണ് വരുന്നത്. 5 years OS അപ്ഡേറ്റ് ആണ് ഇതിൽ കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അതായത് 2030 ആൻഡ്രോയിഡ് 20 വരെ ഇതിൽ സപ്പോർട്ട് ആവുമെന്നാണ് കമ്പനി പറയുന്നത്. ഇനി ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒട്ടനവധി AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് AI ഡീപ്പ് ഫേക്ക് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അതായത് നമുക്ക് സ്കാം കോൾസ് എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് വീഡിയോ കോൾ ആരെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുകയും നമുക്കത് മനസ്സിലാക്കിയിട്ട് അത് വേണ്ട രീതിയിൽ നമുക്ക് കൈകാര്യമൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ AI പ്രൈവസി കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വോയിസ് മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കേൾക്കുന്ന രീതിയിൽ ആ ഒരു വോയിസ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൂടാതെ തന്നെ ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോട്ടോസിലുള്ള അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഇറേസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ഉണ്ട്, ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കിടിലം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടുമിക്ക ഓണർ സ്മാർട്ട് ഫോണിലൊക്കെ കാണുന്ന ആ ഒരു പാരലൽ സ്പേസ്, അതായത് നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിൽ മറ്റൊരു സ്മാർട്ട് ഫോൺ ക്രിയേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ പാരലൽ സ്പേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. ഇപ്പോൾ ചിലർ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു സ്മാർട്ട് ഫോണിൽ പ്ലേ സ്റ്റോർ ഉണ്ടോ അല്ലെങ്കിൽ ഗൂഗിൾ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഇത് സാധാരണ മറ്റുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ എങ്ങനെയാണോ ആ ഒരു തരത്തിലുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ആപ്ലിക്കേഷനും ഏതൊക്കെ നമുക്ക് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓണറിൻ്റെ 3rd ജനറേഷൻ സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 5850 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 100 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. 80 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് കൂടി സപ്പോർട്ടാണ്. നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്ന ചാർജർ യൂസ് ചെയ്തുകൊണ്ട് വെറും 33 minutes കൊണ്ട് നമുക്ക് 0 to 100 ഇതിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരാഴ്ച യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ കൂടിയും നമുക്ക് ഒരു ദിവസം ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസത്തിന് മുകളിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്പീക്കർ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെറുതായിട്ടൊരു സങ്കടം നിങ്ങളോട് പറയാനുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു മ്യൂസിക് കേൾപ്പിച്ചതിന് ശേഷം ആ ഒരു കാര്യം പറയാം. അപ്പം ഞാൻ ആ സങ്കടം ആദ്യമേ പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, ശരിക്കും ഈ ഒരു ഞാൻ റിയലായിട്ട് കേൾക്കുന്ന ആ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് എനിക്ക് ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു വീഡിയോസിലൂടെ ഔട്ട്പുട്ട് തരാൻ പറ്റില്ല. കാരണം എങ്ങനെ കളിച്ചാലും ആ ഒരു 100% ആ ഒരു ഔട്ട്പുട്ട് ആയിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. അത് തന്നെയാണ് എൻ്റെ സങ്കടം എന്ന് പറയുന്നത്, വേറൊന്നുമല്ല. അത്രയും ഗംഭീരമായിട്ടുള്ള, അതായത് നമ്മുടെ കയ്യിൽ ശരിക്കും ഒരു മിനി ഹോം തിയേറ്റർ ഉണ്ട് എന്നുള്ള ആ തരത്തിലുള്ള ഒരു ഫീൽ ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ മ്യൂസിക്കൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ശരിക്കും ആ ഒരു ഫീല് ലഭിക്കുന്നുണ്ട്. ആ ഒരു ബേസ് ശരിക്കും നമ്മുടെ ആ ഒരു ഫോണിൻ്റെ പിറകുവശത്തായിട്ട് ആ ഒരു വൈബ്രേഷനോട് കൂടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ ആ ഒരു വലിയ സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു ഏരിയയിൽ വെച്ചിട്ടൊക്കെയാണ് ഈ ഒരു മ്യൂസിക് അല്ലെങ്കിൽ മൂവീസും കാര്യങ്ങളൊക്കെ കാണുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ആസ്വദിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്പീക്കർ ക്വാളിറ്റി തന്നെയാണ് എനിക്കിതിൽ കേൾക്കാൻ സാധിച്ചത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അൾട്രാസോണിക് ആണ് സെൻസർ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ആ ഒരു ഫിംഗർ സെൻസറിൻ്റെ ആ ഒരു പൊസിഷനാണ്. വളരെ കംഫർട്ടായിട്ടും ഈസി ആയിട്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. ചില സ്മാർട്ട് ഫോണിൽ കുറച്ചും കൂടി താഴ്വശത്താകുമ്പോൾ ഒരു ഇത്തിരി ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല സൂപ്പർ ഫാസ്റ്റ് ആൻഡ് ആക്യുറസി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 3D ഫേസ് ലോക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തക്കിട തരികിടയിലൂടെ നമ്മുടെ സ്മാർട്ട് ഫോൺ എനേബിൾ ചെയ്യാമെന്ന് കരുതിയാൽ അല്ലെങ്കിൽ ഓൺ ആക്കാമെന്ന് കരുതിയാൽ അത് നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല സൂപ്പർ ഫാസ്റ്റ് ആൻഡ് ആക്യുറസി ആണ്.
ഏത് കൂരിരുട്ടിലാണെങ്കിലും നമ്മുടെ ഫേസ് ഇതിൽ ഡിറ്റക്റ്റും ചെയ്യും. ഇനി ഗെയിമിംഗ് എക്സ്പീരിയൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആണ്. സ്നാപ്ഡ്രാഗൺ 8 ആണ്, Adreno 830 GPU ഒക്കെ ഉൾപ്പെടുത്തിയോട് തന്നെ ഗംഭീരമെന്ന് മിക്ക ആളുകൾക്കും അറിയാവുന്നത് തന്നെയാണ്. എങ്കിലും കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാനിതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 45 മിനിറ്റിന് മുകളിൽ ഞാനിതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ഒന്നും പറയാനുള്ള കിഡിലൻ ഗെയിമിംഗ് എക്സ്പീരിയൻസ്, പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ലാഗ് ഫ്രീ ആണ്, വളരെ സ്മൂത്ത് ആണ്, ഫ്രെയിം ഡ്രോപ്പോ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇത്രയും സമയം കളിച്ചത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊരു വാം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിഷ്വൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗ്രാഫിക് എക്സ്പീരിയൻസ് സൂപ്പർബാണ്. പക്ഷേ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, ഈ ഒരു സ്റ്റീരിയോ സ്പീക്കറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വേറെ വൈബ് തന്നെ ശരിക്കും നമുക്ക് ഇതിൽ ഗെയിം കളിക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വെരി സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിക്കും. അത്രയും സൂപ്പർബായിട്ടുള്ള വിഷ്വൽ ആൻഡ് സൗണ്ട് ക്വാളിറ്റി വേറെ ലെവലായിട്ടുള്ള ഫീൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗെയിമിംഗിൽ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. 3 ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 മെഗാ പിക്സലിന് മെയിൻ ലെൻസ്, ഡ്യുവൽ അപ്പാച്ചർ ആണ് വരുന്നത്. f1.4ഉം f2.0ഉം വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയുള്ളത്. 200 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വിത്ത് 3x ഒപ്റ്റിക്കൽ സൂമും 100x ഡിജിറ്റൽ സൂം സപ്പോർട്ടോട് കൂടിയുള്ളതും അതിലും OIS സപ്പോർട്ടാണ്. മൂന്നാമത്തെ ലെൻസ് എന്ന് പറയുന്നത് 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്. ഇനി റിയർ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗംഭീരം എന്ന് തന്നെ പറയാൻ സാധിക്കും. എസ്പെഷ്യലി മെയിൻ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ ഡേലൈറ്റിലൊക്കെ നല്ല സൂപ്പർബായിട്ടുള്ള ഫോട്ടോസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എസ്പെഷ്യലി ഒരു മിക്ക സമയത്ത് നമുക്കിതിൽ നാച്ചുറൽ വ്യൂഡ് എന്നുള്ള രീതിയിലൊക്കെ ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലും നാച്ചുറൽ എടുക്കുന്ന സമയത്ത് ഒരു നാച്ചുറൽ കളർ എന്നുള്ള രീതിയിലാണ് മിക്ക ഫോട്ടോസും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ തന്നെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഡേലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈവൻ പോർട്രേറ്റ് ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയും സൂപ്പർ എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടെലിഫോട്ടോ ലെൻസാണ്. അതായത് 200 മെഗാ പിക്സലിൻ്റെ ആ ഒരു ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ സൂപ്പർബാണെന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി ഹ്യൂമൻ പോർട്രേറ്റ്, ഈവൻ ആനിമൽ പോർട്രേറ്റ് ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു പോർട്രേറ്റ് ഫോട്ടോസൊക്കെ ആണെങ്കിൽ നല്ല ഡീറ്റെയിൽസ് നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു എഡ്ജ് ഡിറ്റക്ഷനൊക്കെ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മിക്ക ഫോട്ടോസിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മാക്രോ ഫോട്ടോസ് നമുക്ക് ആ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള മാക്രോ ഫോട്ടോസ് നമുക്ക് ഇതിലെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈവൻ 100x വരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തുകൊണ്ട് സൂം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു 100xൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് റീഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ആ ഒരു ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഒട്ടുമിക്ക ഫോട്ടോസും അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഡേ ലൈറ്റ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഏതൊരു സമയത്താണെങ്കിലും. ഈവൻ അൾട്രാ വൈഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിലും ഒരു എബൌ ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മിക്ക ഫോട്ടോസും എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിവേ 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ഒരു ഇത്തിരി വൈറ്റിഷ് ചില ഫോട്ടോസിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇവൻ ഫേസിലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഡേലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇവൻ ആ ഒരു പോർട്രേറ്റ് ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലുണ്ടെങ്കിൽ ആ ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫി ഗംഭീരം എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് പറയാനാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിം/സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. EIS സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. ഇപ്പോൾ നോയ്സ് റിഡക്ഷൻ ഡിസേബിൾ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോയ്സ് റിഡക്ഷൻ ഓൺ ആയിട്ടുള്ള രീതിയിലാണ്. അതായത് നമ്മുടെ നോയ്സ് താരതമ്യേന കുറഞ്ഞ രീതിയിലായിരിക്കും നമുക്ക് ഓഡിയോയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോസിലും കാര്യത്തിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിം/സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷനിൽ. അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. EIS സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഷേക്കിങ്ങോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽസ് നമ്മുടെ ഫേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ HDR പെർഫോമൻസും സൂപ്പർബാന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ പറയാനാണെങ്കിൽ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ആ ഒരു ക്വാളിറ്റി ഈ ഒരു വീഡിയോഗ്രാഫിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 512GBക്ക് 3999 ഖത്തർ റിയാലാണ്. ഒഫീഷ്യലി പ്രൈസ് വരുന്നത് ഏകദേശം ഇന്ത്യയുടെ 91,000+ ആണ് വരുന്നത്. പക്ഷേ പ്രീ ഓർഡർ സമയത്താണ് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ബുക്ക് ചെയ്തെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഹോണറിന്റെ വാച്ച് 4 Pro എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചും ഹോണർ ചോയ്സ് ഇയർബഡ്സ് ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഇയർബഡ്സും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ
ആദ്യത്തെ 6 മാസം 360 ഡിഗ്രി ഡാമേജ് പ്രൊട്ടക്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിന് കമ്പനി കൊടുക്കുന്നുണ്ട്. അതായത് ആദ്യത്തെ ആ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ബാക്ക് പാനലോ ക്യാമറയോ അല്ലെങ്കിൽ ഇവൻ ഡിസ്പ്ലേ പൊട്ടുകയാണെങ്കിലും ഒരു തവണ ഫ്രീ ഓഫ് കോസ്റ്റ്ലി സർവീസ് ചാർജ് മാത്രം ഈടാക്കിക്കൊണ്ട് അവർ ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ A to Z മേഖലയിൽ കിഡിലൻ എന്ന് തന്നെ പറയാൻ സാധിക്കും. എസ്പെഷ്യലി ആ ഒരു സ്പീക്കർ ക്വാളിറ്റി, ആ ഒരു സറൗണ്ട് ഫീൽ, അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ക്യാമറ സൂപ്പർബാണ്, ഡിസ്പ്ലേ സൂപ്പർബാണ്, പെർഫോമൻസ് ഗംഭീരമാണ്, ബാറ്ററി ലൈഫും ഗംഭീരമാണ്. നമുക്ക് ഇതുവരെ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള നെഗറ്റീവോ കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിവേ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എനിവേ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കിഡിലൻ സ്മാർട്ട് ഫോണുകളുടെ റിവ്യൂസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.